തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് ഇത്രമാത്രം, അതായത് കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിശ്വാസികളെ അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു ശബരിമലയിൽ ഉണ്ടായിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതി നേരിട്ട് തന്നെ SIT രൂപീകരിക്കുകയും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആദ്യത്തെ ഒക്കെ തന്നെ അന്വേഷണ സംഘം ശരിയായ ദിശയിൽ പോവുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തെങ്കിലും പിന്നീട് അന്വേഷണ സംഘം പലപ്പോഴും പല സ്ഥലങ്ങളിലും ഇടിച്ചു നിൽക്കുന്നതാണ് കാണുന്നത്. ആ കാര്യം കോടതി തന്നെ പലപ്പോഴായിട്ടും അന്വേഷണ സംഘത്തോട് എന്തുകൊണ്ടാണ് നിങ്ങൾ അന്വേഷിക്കാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾ റിക്കവറി ചെയ്യാത്തത്, അല്ലെങ്കിൽ തൊണ്ടി മുതൽ പിടിച്ചെടുക്കാത്തത്, എന്തുകൊണ്ടാണ് ഇവരുടെ മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള പല അന്വേഷണ ആളുകളെ ഉൾപ്പെടുത്താത്തത് എന്നൊക്കെ കോടതി ആവർത്തിച്ച് ചോദിക്കുമ്പോഴും അന്വേഷണ സംഘം ഇരുട്ടിൽ തപ്പുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ രാജ്യത്തെ നീതിന്യായ പീഠത്തിന്റെ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ഒരാള് ജുഡീഷ്യൽ കസ്റ്റഡി റിമാൻഡിൽ എഴുതി ഒരു 90 ദിവസം കഴിയുമ്പോൾ അവർക്ക് സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്ന് പറയുന്ന അവരുടെ അവകാശമാണ്. അപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി ബെയില് കിട്ടാതിരിക്കണമെങ്കിൽ അന്വേഷണ സംഘം അതിനു മുമ്പ് തന്നെ അന്വേഷണം നടത്തി കുറ്റം ചാർത്തൽ അഥവാ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടതാണ്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ ആ ഒരു കാര്യങ്ങൾ ഉണ്ടാവുന്നില്ല. അതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നമെന്ന് പറയുന്നത്. അതെ, അതായത് ഇപ്പോൾ ഈ കുറ്റപത്രത്തിന് ഒരു കരട് തയ്യാറാക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കൂടുതൽ പ്രതികൾ ഇതിൽ ഉണ്ടായിരുന്നു, സ്വർണ്ണക്കൊള്ളയെ ബന്ധപ്പെട്ട് ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാലതാമസം തന്നെ ആയിരിക്കും ഈ കുറ്റപത്രം തയ്യാറാക്കാനുള്ള ഒരു താമസത്തിലേക്ക് എത്തിച്ചതും. അല്ല, കുറ്റപത്രം തയ്യാറാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറ്റപത്രം പോലീസിന് നേരത്തെ തന്നെ സമർപ്പിക്കാവുന്നതായിരുന്നു. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷന് ജാമ്യാപേക്ഷയെ ശക്തമായിട്ട് എതിർക്കാവുന്നതായിരുന്നു. പക്ഷെ ഇവിടെ ഒന്നും തന്നെ ഉണ്ടാവാത്ത സാഹചര്യമാണ്. ഇവിടെ വിഷയം എന്താണ്? ഈ പ്രതികൾ എന്ന് പറയുന്നത് സമൂഹത്തിലെ ഉന്നതന്മാരാണ്. 2 പേർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാരാണ്. അതോടൊപ്പം തന്നെ ഉന്നതരായിട്ടുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരാണ്. സമൂഹത്തിലെ വലിയ പ്രാമാണിത്യം വഹിക്കുന്ന അല്ലെങ്കിൽ കോടീശ്വരന്മാരായിട്ടുള്ള ബിസിനസ്സുകാരാണ്. സ്വാഭാവികമായിട്ടും അത്തരക്കാർക്ക് പുറത്തിറങ്ങാനുള്ള അവസരം ഉണ്ടാകാതിരിക്കാൻ പ്രോസിക്യൂഷൻ കുറച്ചുകൂടെ ജാഗ്രത കാണിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ഈ കരട് കുറ്റപത്രം എന്തുകൊണ്ട് കോടതിയെ കഴിഞ്ഞ ആഴ്ച ജാമ്യ ഹർജി പരിഹരിച്ചപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞില്ല? ഇവിടെ ഇതൊന്നും സംഭവിക്കാൻ ഇവർക്ക് താല്പര്യമില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ അന്വേഷണ സംഘം ഇരുട്ടിൽ തപ്പുകയാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും ഒളിക്കാനുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 2019 ഇത്തരത്തിൽ 2018-19 കാലഘട്ടത്തിൽ നടത്തിയ സ്വർണ്ണക്കൊള്ള, ഇതേ സ്വർണ്ണക്കൊള്ള തന്നെയാണ് 25 കാലഘട്ടത്തിലും നടന്നിട്ടുള്ളത്. ഇതേ ആളുകൾ തന്നെ 25-ലും എന്ത് ചെയ്തിട്ടുണ്ട്? ശബരിമലയിൽ നിന്നും ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് SIT ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. അതിനുശേഷം വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരെയോ ഉന്നതരായിട്ടുള്ള ആളുകളെ ഒന്നും തന്നെയും അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് ഗോകർണൻ എന്ന് പറയുന്ന ആളിന്റെ അടുത്ത് നിന്നും സ്വർണം റിക്കവർ ചെയ്തു എന്ന് പറയുന്നതല്ലാതെ യഥാർത്ഥമായ സ്വർണം, ഈ ഒരു ഇവിടെ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയ സ്വർണം എന്തിനൊക്കെ ഉപയോഗിച്ചു? ഇത് അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ക്ഷേത്ര കള്ളക്കടത്ത് സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ടോ? ഇതിന്റെ എത്രയാണ് മൂല്യങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത്? ഈ സ്വർണം ഏതൊക്കെ ആളുകളാണ് ഇതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ളത്? എവിടെയൊക്കെയാണ് ഇത് പോയിട്ടുള്ളത്? ഇതിനെക്കുറിച്ചൊന്നും തന്നെ അന്വേഷണം എന്ത് ചെയ്തിട്ടില്ല, കൃത്യമായിട്ട് നടന്നിട്ടില്ല. ഇവിടെ പ്രാഥമികമായിട്ട് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ അധികാരങ്ങളും കൊടുത്തുകൊണ്ട് ഒരു SITയെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഫോം ചെയ്തിരുന്നത്. പക്ഷെ അതിന്റെ കാര്യമായിട്ടുള്ള പ്രവർത്തനം നടക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.